മികച്ച ജൈവ കർഷകയ്ക്കുള്ള പുരസ്കാരം നേടിയിട്ടുള്ള ഷീജയുടെ കൃഷിയിടത്തിൽ നടത്തിയ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. കണ്ടാണിശ്ശേരിയിലെ ഒരേക്കറോളം വരുന്ന കൃഷിയിടത്തിൽ നടത്തിയ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് മുൻ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി.എസ്. സുനിൽകുമാർ നിർവഹിച്ചു. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ സനോജ്, കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ.എസ്. ധനൻ എന്നിവർ മുഖ്യാതിഥികളായി. ഗുരുവായൂർ നഗരസഭ വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ എ.എം. ഷെഫീർ, കൌൺസിലർ രഹിത പ്രസാദ്, കണ്ടാണിശ്ശേരി കൃഷി ഓഫീസർ ഗായത്രി, തൈക്കാട് കൃഷി ഓഫീസർ രജിന എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ഫാർമേഴ്സ് ക്ലബ്ബ് അംഗം ഹംസയ്ക്ക് തണ്ണിമത്തൻ നൽകിക്കൊണ്ട് വി.എസ്. സുനിൽകുമാർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഗുരുവായൂർ നഗരസഭയിലെ തൈക്കാട് മേഖലയിലെ സ്വന്തം വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ ജൈവ പച്ചക്കറി കൃഷി നടത്തിവന്നിരുന്ന ഷീജ, കാട്ടുപന്നി ഉൾപ്പെടെയുള്ളവയുടെ ശല്യത്തെ തുടർന്നാണ് കണ്ടാണിശ്ശേരിയിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പുരയിടത്തോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ 2 വർഷത്തോളമായി കൃഷി ചെയ്യുന്നത്. വിവിധയിനം പച്ചക്കറികൾ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തുവരുന്ന ഷീജ നടത്തിയ തണ്ണിമത്തൻ കൃഷിയിൽ മികച്ച വിളവാണ് ലഭിച്ചത്. ഉദ്ഘാടന നിരത്തിൽ ഏകദേശം 200 കിലോയിലധികം തണ്ണിമത്തനാണ് വിളവെടുത്തത്. ഞാനെപ്പോഴും പറയാറുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, കൃഷി ചെയ്യാൻ സ്ഥലമില്ല എന്ന് പറയുന്നത് ഒരു ശരിയായിട്ടുള്ള കാര്യമില്ല. കൃഷി ചെയ്യാൻ മനസ്സുണ്ടായാൽ, കൃഷി ചെയ്യാനുള്ള മനസ്സില്ല എന്നുള്ളതാണ് നമ്മുടെ മലയാളിയുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ കൃഷി ചെയ്യാൻ സ്ഥലമില്ല, കൃഷി ചെയ്യാനുള്ള സൗകര്യമില്ല എന്നൊക്കെ പറയുന്നതൊന്നും ശരിയല്ല. കൃഷി ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും കൃഷി ചെയ്യാൻ പറ്റും. ഷീജയുടെ കൃഷി സ്ഥലത്ത് മാത്രമല്ല, ഇപ്പോൾ ഇത് വേറെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഒരു പുരയിടത്തിനകത്താണ് ഇത്രയും വൈവിധ്യമാർന്ന കൃഷി ഇവിടെ ചെയ്തിട്ടുള്ളത്. ഷീജാസ് ഓർഗാനിക് ഫാം എന്ന പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തന്റെ കൃഷിയിടത്തിലെ പച്ചക്കറികൾ വിൽപ്പന നടത്തുന്ന ഷീജയുടെ തണ്ണിമത്തൻ വിളവെടുപ്പ് കഴിഞ്ഞ നിമിഷങ്ങൾക്കകം തന്നെ മുഴുവനും വിറ്റുപോയി. ഷീജാസ് ഓർഗാനിക് ഫാം വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ അംഗങ്ങൾ, ഗുരുവായൂർ ഫാർമേഴ്സ് ക്ലബ്ബ് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു.